ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ക്വില്ലിംഗ് ആർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ക്വില്ലിംഗ് ആർട്ട് ഇപ്പോൾ കുറച്ച് ഫെമിലിയർ ആണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. എന്നാലും അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ ഒരു ആർട്ട് വർക്കിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് ഇൻകം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ഞാനും. കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ആർട്ട് വർക്കാണിത്. അതുപോലെ തന്നെ നല്ല ക്ഷമയും വേണം. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റത്തിനൊന്നും വലിയ പ്രൈസ് ഒന്നും ഇല്ല. പക്ഷേ ഈ ഒരു ആർട്ട് വർക്കിന്റെ പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇതിനെടുത്ത എഫേർട്ടും ഇതിനെടുത്ത സമയത്തിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്തു വെച്ച കുറച്ച് വർക്ക്സ് കാണിച്ചു തരാം. അപ്പോൾ ഓരോ വർക്ക് നോക്കുക, മിനിമം ഒരു 4-5 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ആൽഫബറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം കറക്റ്റായിട്ട് എഴുതി അതിനനുസരിച്ചിട്ട് പേപ്പർ സ്ട്രിപ്സ് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വച്ചു കൊടുക്കണം. അളവൊക്കെ നോക്കിയിട്ട് വച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും സമയം പോകുന്നത്. പിന്നെ വരുന്നത് ഡിസൈനിങ് വർക്കാണ്. അത് കുറച്ചുകൂടെ എളുപ്പം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. എന്നാലും നമ്മളെ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ ആ ഒരു A4 ഷീറ്റ് കുറച്ചുകൂടെ നല്ലപോലെ കവർ ചെയ്യുന്ന രീതിയിൽ ഡിസൈനിങ് വേണമെന്ന് പറയും. അല്ലാത്തവർ ചിലപ്പോൾ ആ ഒരു നെയിം കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമായിരിക്കും പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടൈം പോകുന്നത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് നല്ല വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് ഒരു നെയിം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എങ്ങനെ ചെയ്താൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ അതൊക്കെ ശരിയായിട്ട് നല്ല രീതിയിലൊന്ന് മെച്ചപ്പെട്ട് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കളർ കോമ്പിനേഷൻ ആണ്. പിന്നെ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പം ഏകദേശം മാച്ചിങ് കളർ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും അതൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ടും. എന്നാലും തീരെ മാച്ചല്ലാത്ത കളറൊന്നും നമ്മൾ കൊടുക്കരുത്. അപ്പം നമുക്കിതിനകത്ത് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പേപ്പർ ഏതാണെന്ന് നോക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബൈൻഡിങ് ഷീറ്റാണ്. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ബഹ്റൈനിലാണ്. അപ്പോൾ ഇവിടെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയ സമയത്ത് എനിക്ക് കിട്ടിയൊരു പേപ്പറാണ് ഇത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളൊരു പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ഒരു ചെറിയൊരു പാറ്റേൺ വരുന്നുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ തന്നെ കാരണം. ഒരു തരം പാറ്റേൺ അതിനുള്ളിലുണ്ട്. അതുപോലെ ജസ്റ്റ് ഒരു ഷൈനിങ് എഫക്റ്റും ഉണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോർമൽ പേപ്പർ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. നോർമലി നമുക്കിതിൽ A4 ഷീറ്റ് ഒഴിക്കാം. കുറച്ചുകൂടെ കട്ടിയുള്ള ഏത് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം. ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം, ഐവറി ഷീറ്റ് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ 180 240 എന്നൊക്കെ GSM വരുന്ന പേപ്പേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല തിക്നെസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ പേപ്പറിന്. ഈ സെയിം പേപ്പർ തന്നെയാണ് നമ്മൾ ആൽഫബറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നിന്നും സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാം. സ്കെയിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്താലും നമുക്കിതിനെ സ്ട്രിപ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മൾ ആൽഫബറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കളറിങ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്നെസ്, കൺസ്ട്രക്ഷൻ ഷീറ്റ് എന്നാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നോക്കിയിട്ടല്ല വാങ്ങിയത്, തിക്നെസ് കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതുപോലെ തന്നെ വൈറ്റ് പേപ്പർ നമുക്ക് ഇത്രയും തിക്നെസ് ഉള്ളത് കിട്ടും, വാങ്ങിക്കാനായിട്ട് കിട്ടും. ഓൺലൈനായിട്ടും കിട്ടും. നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ടും കിട്ടും. ഇതുവരെ കളർ പേപ്പറിലൊന്നും ഈ ഒരു വർക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനിയൊന്ന് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ബൈൻഡിങ് ഷീറ്റിലെ അതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ആ ഒരു പാറ്റേണിൽ വരുന്നതായതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് ആ ഒരു പേപ്പർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് നമ്മുടെ ക്വില്ലിംഗ് സ്ട്രിപ്സ് ആണ്. ഇത് നമുക്കിപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും കിട്ടും. അതുപോലെ തന്നെ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ ക്വില്ലിംഗ് സ്ട്രിപ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഈ ഒരു സ്ട്രിപ്സിന് ഓരോ അളവ് വരുന്നുണ്ട്. 3mm, 5mm, 7mm എന്നൊക്കെ പറഞ്ഞിട്ട് അളവ് വരുന്നുണ്ട്. അപ്പം ഞാൻ 3mm ആണ് യൂസ് ചെയ്യാറ്. വിട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിമിലും വ്യത്യാസം വരും കേട്ടോ. നല്ല വിട്ടൊക്കെ ഉള്ളത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ബോക്സ് ഫ്രെയിം പോലത്തെ ഫ്രെയിം വേണ്ടി വരും. പിന്നെ ആ ഒരു സ്ട്രിപ്സിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് വേണ്ടുന്ന കളർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കളർ പേപ്പറിൻ്റെ അകത്ത് നിന്ന് ഞാൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ല തിക്നെസ് ഉള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് ഡിസൈനിങ് വർക്കിന് യൂസ് ചെയ്യാം. ആ ഒരു ആൽഫബറ്റ്സിനാണ് നല്ല തിക്നെസ് കൂടിയ പേപ്പർ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടുന്ന 2 ഐറ്റം എന്ന് പറയുന്നത് ട്യൂസറും നീഡിലുമാണ്. ഇതിൽ ട്യൂസർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അധികം ട്യൂസർ യൂസ് ചെയ്യാറില്ല. കൈവച്ച് തന്നെയാണ് എടുക്കുന്നതും വെക്കുന്നതൊക്കെ. പിന്നെ നീഡിൽ നമുക്ക് എന്തായാലും വേണം. ആദ്യം നീഡിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു സ്റ്റിക്സിൽ ഇങ്ങനെ അറ്റത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ പേപ്പർ റോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ നീഡിൽ വാങ്ങിച്ചത്.
അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുക്കും, നമുക്ക് ചെയ്യാനുള്ള ഒരു ക്ഷമ ഇല്ലാതായി പോകും. അപ്പോൾ നമുക്ക് നീഡിൽ എന്തായാലും വേണം. നീഡിനൊക്കെ ആകെ ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ വേണ്ടുന്നത് ഗ്ലൂ ആണ്. ഫെവിക്കോളാണ് ഏറ്റവും നല്ല ഗ്ലൂ. അത് നല്ല തിക്നെസ് ഉള്ളൊരു ഗ്ലൂ വേണം. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഞാൻ ഫെവിക്കോൾ തീർന്നപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല തിക്നെസ് ഉണ്ട്, കണ്ടില്ല? ഇങ്ങനെ ആക്കുമ്പോഴൊന്നും ഗമം മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അത് നല്ല തിക്നെസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ നോർമലി വാങ്ങിക്കുന്ന ഗ്ലൂ ഉണ്ടല്ലോ, നമ്മൾ ഈ 5 രൂപ 10 രൂപക്കൊക്കെ വാങ്ങിക്കുന്ന ഗ്ലൂ, അതാകുമ്പോൾ നല്ല വാട്ടറി ആയിരിക്കും. അത് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ കഴിയില്ല. അല്ല, ഡിസൈനിങ് വർക്കിന് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ആൽഫബറ്റ് വെക്കുമ്പോഴാണെങ്കിൽ നല്ല തിക്നെസ് വേണം. കാരണം നമ്മൾ വെക്കുമ്പോൾ അപ്പം തന്നെ ഒട്ടണം, അല്ലാണ്ട് കുറേ സമയം അതുകൊണ്ട് നല്ല തിക്നെസ് ഉള്ള ഗ്ലൂ തന്നെ യൂസ് ചെയ്യണം. ഫെവിക്കോളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. ഇത് പിന്നെ നമ്മൾ ബാക്കി വരുന്ന ഇതൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് വെക്കാറാണ് പതിവ്. സെപ്പറേറ്റ് കളേഴ്സായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല. എല്ലാം കൂടെ ഇതുപോലെ ഒരു ബോക്സിലായിട്ട് ഇട്ട് വെക്കും. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഫോൾഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് നല്ല രീതിക്ക് തന്നെ വന്ന് നിന്നോളും. പിന്നെ വരുന്നത് ഫ്രെയിമാണ്. ഇത് നോർമൽ അക്രലിക് ഫ്രെയിമാണ്, ഗ്ലാസ് അല്ല. ഇതിൻ്റെ ഷീറ്റ് വരുന്നത് അക്രലിക് ആണ്. പിന്നെ നോർമൽ ഫ്രെയിമാണ്, ബോക്സ് ഫ്രെയിം അല്ല. ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്യുന്നത് കാരണമാണ് ഞാൻ 3mm വിഡ്ത്ത് വരുന്ന ക്വില്ലിംഗ് സ്ട്രിപ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ 5mm ഒക്കെ ആണെങ്കിൽ നമുക്ക് ബോക്സ് ഫ്രെയിം യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത കുറച്ച് വർക്ക് കാണിച്ചു തരാം. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫ്രെയിം ചെയ്തതായിരുന്നു. ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ ഞാൻ നോർമൽ ഫ്രെയിമിൽ ഫ്രെയിം ചെയ്തതാണ്. അതുപോലെ ഒരു കുട്ടി ഫ്രെയിമിൽ ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് ചെയ്ത ഒരു വർക്കാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു ക്വില്ലിംഗ് ആർട്ടിന് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു ക്വില്ലിംഗ് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ സെക്കൻഡ് ചാനലിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചിൽ വിത്ത് ക്രാഫ്റ്റ് എന്നാണ് സെക്കൻഡ് ചാനലിൻ്റെ പേര് വരുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.